ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നാ പറയാനുള്ളത്, ഞങ്ങളുടെ LDF സർക്കാർ തന്നെ വന്നം. ഇടുക്കിയില് ജോയ്സ് ജോർജ് ജയിക്കണം. ജോയ്സ് ജോർജും ഞങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ വന്നം. മുഖ്യമന്ത്രി ഇപ്പൊ മത്സരിക്കുന്നില്ല. ഇല്ല, LDFന്റെ ആൾക്കാർ വന്നം. ഞങ്ങൾക്ക് പാവങ്ങൾക്ക് അവരല്ലേ ഉള്ളൂ. അപ്പൊ LDFന് വേണ്ടി ജോയ്സ് ജോർജ് പറഞ്ഞു. ജോയ്സ് ജോർജ് വന്നം. LDFന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും LDF ജയിക്കണം, അതാണ് പ്രാർത്ഥന. പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് പാവങ്ങൾക്ക് അവരെ ഉള്ളൂ. ലാൽസലാം സഖാവേ അല്ല, ഞാൻ UDF. എന്റെ ഇക്കാമാരൊക്കെ UDFിലെ DN കുര്യാക്കോസ് സാറ് ആ ജയിക്കും. ശക്തമായിട്ട് പ്രചരണത്തിനുണ്ടോ? ആ മോനുണ്ടോ? ഞാനുണ്ട്. ആണോ? ജയിക്കും എന്നാണ് പ്രതീക്ഷ. ആഗ്രഹം. ആ ആഗ്രഹം. ഒരു പാട്ടൂടെ പാടിക്കോട്ടെ. പാട്ട് അറിയില്ല. നല്ലൊരു വ്യക്തിയാണ്, കൊഴപ്പില്ല. ചെറിയ ചെറിയ സേവനം ചെയ്യുന്നുണ്ട്. ആ ഉണ്ട്, എന്നാലും ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. പൊളിയാണ് ആള്. മുത്താണ്. സീനാണ്. സി കോൺട്രയാണ്. DN കുര്യാക്കോസ് ജയിക്കട്ടെ. DN കുര്യാക്കോസ് 5 കൊല്ലം ഒളിവിൽ പോയാ പറഞ്ഞു കൊറോണ വന്നു. അവൻ ഇവിടെ എല്ലായിടത്തും വന്ന് ഭാഗങ്ങൾക്ക് വല്ലോ തന്നോ? കോൺഗ്രസിന്റെ ആൾക്കാർ കൊറോണ സമയത്ത് ഒളിച്ചു പറഞ്ഞു അല്ലേ? ആ പാവ LDFന്റെ ആൾക്കാർ തെണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടു തന്നു ഒരേ സാധനങ്ങള്. പിന്നെ DN കുര്യാക്കോസ് മുതലാളി പാർട്ടിയാ, വൻകിട മുതലാളിമാരുടെ ആൾക്കാരെ കോൺഗ്രസ്സുകാര്, കുത്തക മുതലാളിമാരുടെ ആൾക്കാര് പാവം. അവര് മൊബൈലിക്കട ഈ മുനിസിപ്പാലിറ്റി മൂവാറ്റ മുനിസിപ്പാലിറ്റിയിൽ തന്നെ കോൺഗ്രസ് വെച്ചു. 34 കൊല്ലം LDF വെച്ചിട്ട് ഞങ്ങൾക്കൊക്കെ കേറി ചെല്ലായിരുന്നു. ഈ LDF വെച്ചിട്ട് ഞങ്ങൾക്ക് ആ ഒരു ഉപകാരവും ഇല്ല, ഞങ്ങൾക്കിട്ട് കേറാനും പറ്റിയിട്ടില്ല. കൊച്ചു നോക്കിക്കോട്ടെ, കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കുത്തക പാർട്ടിയല്ല, അവർക്കിടെ വെള്ളയിലും ചെളിയാവും. LDF അങ്ങനെയല്ല, ഏത് ചെളിയിലും ഏത് പാടത്തും ഇറങ്ങി പണിയെടുക്കാൻ തയ്യാറാ അവര്. മുതലാളിമാർക്ക് മുതലാളിമാരിയാ ഇഷ്ടം. അത് ആ കൊച്ചങ്ങനെ പറഞ്ഞേ. അവൻ കൊച്ചു മുതലാളിയാ. അതേ DN കുര്യാക്കോസിനെ പറ്റി പറഞ്ഞ ഈ കൊറോണയൊക്കെ വന്നു. കോൺഗ്രസ്സുകാര് ഞാൻ മുതലാളി, ഞാൻ പാവപ്പെട്ടൊരു മനുഷ്യനാ. നീ പാവപ്പെട്ട മുതലാളികൾ മാത്രമാണോ UDFന്റെ ഒപ്പം നിൽക്കുള്ളൂ? അതെ അതെ. കോൺഗ്രസ് എന്ന് പറഞ്ഞ കൂട്ടായ്മ, LDF എന്ന് പറഞ്ഞിട്ടല്ലോ എല്ലാം തുല്യര്. മനസ്സിലായോ? നിനക്ക് എല്ലാം അറിയാവോ? ജനങ്ങൾക്കൂടെ ഒപ്പം ഇല്ല, അവര് മുതലാളിമാരെ ഒത്തിരിണ്ട്. വെള്ളയിട്ട് കതറൊക്കെ ഇട്ട് വലിയ കാറിൽ വന്നിറങ്ങും. ഞങ്ങള് പാവങ്ങള് എല്ലാ ആൾക്കാരും തുല്യരാ. അപ്പൊ UDFിന് പാവങ്ങളില്ലാന്നാണ് ചേച്ചി പറയുന്നത്? UDFിലെ പാവങ്ങള് ഇല്ല. ഏതാ ഓർമ്മ? നീ ഒരു ഞാൻ പറഞ്ഞേക്കടാ, നീ ഇവിടെ ഒരു സ്റ്റേജ് കെട്ടി കോൺഗ്രസ്സുകാര് പ്രസംഗിക്കുമ്പോ തോന്നുന്നു വെള്ളയിട്ട് നല്ല കാറില് വന്ന് ഇറങ്ങി കസേരയിൽ ഞെളിഞ്ഞിരിക്കണം. പക്ഷെ LDFന്റെ ഒരു പരിപാടി കാണടാ. എല്ലാ പാവങ്ങള് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം തുല്യര്, കോൺഗ്രസ് എന്ന് പറഞ്ഞ കൂട്ടായ്മ. മനസ്സിലായോ മോൻ? അത് തന്നെ പഠിക്കേ. ഈ കേരളത്തില് ഞങ്ങൾക്ക് LDFുകാരുണ്ടെങ്കിലേ പറ്റുള്ളൂ മോനെ. പോ, ചേച്ചിക്ക് സഭയില്ല. UDFിനെ കണ്ണിനെടുത്താ കാണാൻ പറ. എന്റെ പൊന്നേച്ചി, പലരും UDFിനുള്ള ആൾക്കാരും ഉണ്ട്, LDFിനുള്ള ആൾക്കാരും ഉണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമാണ് UDF. ഈ കോൺഗ്രസ്സുകാരെ എവിടെയായിരുന്നൂടാ? ഈ കോൺഗ്രസ്സുകാരെ എവിടെയായിരുന്നൂടാ? ഞങ്ങളുടെയൊക്കെ വീട്ടില് കൊറോണ വന്നു. എവിടെയായിരുന്നൂടാ കോൺഗ്രസ്സുകാര്? പുറത്തേക്ക് ഇറങ്ങിയില്ല, പേടിയാ. കൊറോണ വന്ന് ചത്തുവെങ്കിലോ എന്നോർത്തോണ്ട് പേടിച്ചിട്ട്. ഞങ്ങളുടെ LDFന്റെ പിള്ളേര് അങ്ങനെയല്ല, അവരെ കണ്ട കടാളികളെ ചെണ്ടിയിട്ടാണ് ഇന്നും കൊടുത്തത്. എനിക്കിഷ്ടം UDF ആണ്. നമുക്ക് നമ്മളല്ലല്ലോ, നമ്മള് ജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ളൂ നമുക്ക്. പക്ഷെ ജയിക്കണത് നമുക്ക് ഏതാന്ന് അറിയില്ലല്ലോ. രണ്ടുപേരും ഒപ്പമാണ്. അപ്പൊ ആര് ജയിക്കും നമുക്കറിയില്ല. പക്ഷെ നമ്മള് LDFന് വേണ്ടി UDFന് നിൽക്കണവര് അവർക്കുടെ പ്രതീക്ഷയാണ് ഇവര് ജയിക്കുന്നത്. UDFന് വേണ്ടി മത്സരിക്കും. താങ്ക് യു.
ഈ ഒരു ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. എന്നാന്നറിയാമോ മോൻ? അത് പറയാൻ കാരണം ഞാൻ ഈ MLA പിള്ളേർക്ക് 16,64,000 രൂപയുടെ മൊബൈൽ കൊടുത്തു തോണ്ടിക്കളിക്കാൻ. എന്നിട്ട് ഒരു സഹായം ചെന്ന് ചോദിച്ചു 60 ലോട്ടറി എടുക്കാൻ പൈസ. ഈ MLA പറഞ്ഞു 24-ാം വാർഡിലെ ഒരു ബൂത്തിലേക്ക് ഞാൻ 3 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 16,64,000 രൂപയുടെ മൊബൈൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കും ഒരു സഹായം ചെയ്യൂല എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനി MLA കോയിൽനാടൻ, മാത്തു കോയിൽനാടൻ. ഞാൻ അത് വോട്ടിന് വരുമ്പോ ഞാൻ ചൂലെടുത്ത് അടിച്ച് ഓടിക്കും. കോൺഗ്രസ്സുകാർ ആ MLA പറഞ്ഞ കാര്യ. അതേസമയം ഞങ്ങൾക്കുണ്ടല്ലോ വാഴക്കസാറ് കോൺഗ്രസ്സുകാരനായിക്കോട്ടെ. ഞങ്ങളുടെ വാഴക്കസാറില്ലേ, അതിന്റെ അടുത്ത് ചെന്ന് അതൊരു പാവ മനുഷ്യന്, അതിന്റെ രാഷ്ട്രീയം നോക്കൂല. അതൊരു പാവ മനുഷ്യന് അതിനെ മൂവാറ്റേന്ന് ഓടിച്ചു അതിനെ. എന്നിട്ട് അതിന്റെ അടുത്തൊരു സഹായം ചോദിച്ചാലുണ്ടല്ലോ അതൊന്നും നോക്കൂല, അത് എടുത്തു തരും. പാവ വാഴക്കസാറ്, മൂവാറ്റുപുഴയിലെ വാഴക്കസാർക്ക് വേണ്ടിയായിരുന്നു അതിനെ ഓടിച്ചു.